എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നേരിട്ട ലൈംഗിക അതിക്രമം സമൂഹ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തുകയായിരുന്നു യുവതി. അതിക്രമം നടത്തിയ ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ മറ്റ് യാത്രക്കാർ ചേർന്നാണ് പിടികൂടിയത്. തിരുവനന്തപുരം സ്വദേശി സജീവാണ് പിടിയിലായത്. ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആള് പറഞ്ഞു ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് ആള് പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ ചോദിച്ചു നീ പിടിച്ചില്ലേ എന്ന് ചോദിച്ചു. ഞാൻ നല്ല റേസ് ആയപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് ആളിത് കണ്ടപ്പോഴത്തേക്ക് ആളുടെ മുഖം അതിൽ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആള് ഇത് കണ്ടപ്പോഴത്തേക്ക് ആള് ഫോൺ ഇങ്ങനെ എന്താ പറയാ ഫോൺ ഇങ്ങനെ തട്ടി മാറ്റിയപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ആളുടെ ഒരു കൈ ആള് ഞാൻ ഇങ്ങനെ അത്രയും ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആളെ പിന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ആള് ഫോൺ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് ആള് സ്പീഡിൽ സ്റ്റേഷന് പുറത്തേക്ക് പോയി. രാഗിൻ ചേരുന്നു വിശദാംശങ്ങളുമായി. രാഗിൻ, ഗുഡ് മോർണിംഗ്. ആ പെൺകുട്ടിയുടെ നിശ്ചയദാർഢ്യം ആ വീഡിയോയിലിടെ നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൽ തന്നെയുണ്ട്. നീ പോകില്ല എന്ന് ഉറപ്പിച്ചാൽ ഒരാളും ഇമാതിരി വൃത്തികേട് കാണിച്ച് കടന്നു കളയില്ല. ഒപ്പം നിന്ന മനുഷ്യരും അതിന് ഒരു വഴിയൊരുക്കുകയായിരുന്നു. ഓടിച്ചിട്ട് പിടികൂടാൻ അവരൊക്കെ ഒപ്പം നിന്നു എന്നതും വലിയ കാര്യം തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു സംഭവം? എവിടെ വെച്ചായിരുന്നു? വിശദവിവരങ്ങൾ എന്തൊക്കെ രാഗിൻ? തീർച്ചയായും മോത്തി, കഴിഞ്ഞ ശനിയാഴ്ച എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം. ഈ പെൺകുട്ടി ഇവിടെ കൊച്ചിയിൽ ഒരു ആവശ്യത്തിനെത്തിയതാണ്. അതിനുശേഷം തിരിച്ച് തൃശ്ശൂരിലേക്ക് മടങ്ങാൻ പോവുകയായിരുന്നു. അങ്ങനെ ട്രെയിൻ വരുന്നു. കന്യാകുമാരി പൂനെ എക്സ്പ്രസ് ആണ് വന്നത്. ആ കന്യാകുമാരി പൂനെ എക്സ്പ്രസ്സിലേക്ക് കയറുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമം ഒരാളുടെ ഭാഗത്തുനിന്നുണ്ടായത്. സജീവ് എന്നാണ് ഇയാളുടെ പേര്. തിരുവനന്തപുരം സ്വദേശിയാണ്. ഇയാൾ ഇറങ്ങിയപ്പോൾ ഈ പെൺകുട്ടിയെ കടന്നുപിടിക്കുകയായിരുന്നു. തുടർന്ന് ഉടൻ തന്നെ വളരെ കൃത്യമായി തന്നെ ആ കുട്ടി റിയാക്ട് ചെയ്ത് അതിനെതിരെ പ്രതിഷേധിച്ചു, ശബ്ദമുണ്ടാക്കി. അപ്പോൾ ആ ഘട്ടത്തിൽ ഇയാൾ അവിടെ നിന്ന് കടന്നു കളയായിരുന്നു. ആ പെൺകുട്ടി അതിൽ ചോദിക്കുന്നുണ്ട്, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് കടന്നു കളയുന്നതെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ദുരനുഭവം വിവരിക്കുന്ന ഘട്ടത്തിൽ ഈ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കുട്ടി ശബ്ദമുണ്ടാക്കി. അതിൽ ചില ആളുകളുടെ ഇടപെടലിനെ ആ കുട്ടി പോസിറ്റീവായി അല്ലെങ്കിൽ അത്തരത്തിൽ നന്ദിയോടുകൂടി സ്മരിക്കുന്നുണ്ട്. ചില ആളുകളുടെ കാര്യങ്ങളും ആ കുട്ടി പറയുന്നുണ്ട്. എന്തായാലും ഈ വ്യക്തിയെ, സജീവ് ആളെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. നാട്ടുകാരും അല്ലെങ്കിൽ യാത്രക്കാരും മറ്റുമൊക്കെ ചേർന്നാണ് പിടികൂടിയത്. അതിനുശേഷം പോലീസ് ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചു. പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശിയാണ് സജീവ്. ഈ സംഭവത്തിന് ശേഷം, അന്നേ ദിവസത്തെ സംഭവത്തിന് ശേഷമാണ് സമൂഹ മാധ്യമത്തിലൂടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ഈ കുട്ടിയുടെ ദുരനുഭവം വിവരിച്ചത്. അതിൽ കുട്ടി കൃത്യമായി തന്നെ അന്ന് നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല ഇതിനെ ചെറുക്കുന്ന നടപടി, ലൈംഗികാതിക്രമത്തെ എതിർത്ത് അതിശക്തമായ രീതിയിൽ എതിർക്കുന്ന ഒരു കാര്യവും ഉണ്ടായിരുന്നു. മാത്രമല്ല അയാളുടെ വീഡിയോ എടുക്കുന്ന തരത്തിലേക്കും കാര്യങ്ങൾ പോയി. അയാൾ അവിടെ നിന്ന് ഓടിക്കളയുകയാണ് ചെയ്തത്. എന്തായാലും ആ കുട്ടിയുടെ ഒരു ഇടപെടലിനെ വളരെ കൃത്യമായി തന്നെ പറയേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ആ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ അതിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി, ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഫോട്ടോയോ അങ്ങനെ ഒന്നും നമുക്ക് ലഭ്യമല്ലേ രാഗിൻ? ഇയാളുടെ ഫോട്ടോ, അതായത് പോലീസുമായി ബന്ധപ്പെട്ടു ഇയാളുടെ ഫോട്ടോ അല്പസമയത്തിന് എന്തായാലും നമുക്ക് കിട്ടും. പോലീസ് പറയുന്നത് ഇയാളുടെ ഫോട്ടോ ആ തരത്തിൽ എടുത്തിട്ടില്ല. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം ഉണ്ടായത് എന്നതാണ്. ഈ പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പരിശോധിക്കുകയും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ പെൺകുട്ടി ഇപ്പോൾ ഉള്ളത് തൃശ്ശൂരിലാണ് എന്നതാണ് വ്യക്തമാകുന്നത്. എന്തായാലും വളരെ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ ആ കുട്ടിയുടെയും അതോടൊപ്പം തന്നെ മറ്റ് യാത്രികരുടെയും പോലീസിന്റെ അടക്കം ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മനുഷ്യത്വപരമായി ഇത്തരത്തിലുള്ള ഇടപെടൽ തന്നെയാണ് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അത് ഉണ്ടായത് എന്തായാലും നന്നായി.